പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെ പ്രത്യേകതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുന്നത്. പ്രത്യേകതകൾ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിനൊരു തലോടൽ നൽകേണ്ട ഉത്തരവാദപ്പെട്ട ഭരണപക്ഷത്തെ ആയാലും പ്രതിപക്ഷത്തെ ആയാലും കഴിഞ്ഞ തവണ, അതിന് മുന്നലത്തെ തവണ ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സംബന്ധിച്ച് ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം. അതിന് ഉത്തരം കിട്ടില്ല, അവർക്ക് ഉത്തരം മുട്ടും. അത് പൊതുവേദികളിലൊന്നും ചോദിക്കണ്ട. ഇത് അവലോകനം ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അവരെ എതിർക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി, ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് ഒരു മുന്നണി NDA ഇലക്ഷൻ പ്രചരണവുമായിട്ട് പ്രചരണമുഖത്തിറങ്ങുമ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ സത്യമല്ല എന്ന് പറയേണ്ടത് നിങ്ങളാണ്. സത്യമാണെങ്കിൽ അത് നിങ്ങൾ പറയണ്ട, അതിനുള്ള പ്രതിവിധി കാണേണ്ടതും നിങ്ങളാണ്. അതിനുള്ള പ്രതി നടപടി സ്വീകരിക്കേണ്ടതും നിങ്ങളാണ്. കുടിവെള്ളത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഈ റംദാൻ കാലത്തും ഒവു എടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ജലമില്ലാത്ത ഇടങ്ങളിലേക്ക് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് എന്നൊന്നും ഞാൻ വിമർശിക്കുന്നില്ല. എങ്കിലും ജലം എത്തിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായെങ്കിൽ ജൽനിധി മിഷന്റെ പദ്ധതിയുടെ പ്രകാരം കേരളത്തിൽ ഏത് പ്രദേശത്താണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജൽനിധി മിഷന്റെ പൈപ്പുകൾ എത്താത്തത് എന്ന് പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് കണ്ടുപിടിച്ച് തരണം. അങ്ങനെ എത്തിയ വലിയ പൈപ്പുകളിൽ നിന്ന് ഏതാണ്ട് പരമാവധി 8 കിലോമീറ്റർ സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ സഹകരണം കൊണ്ട് മാത്രം, ഔദാര്യമല്ല, ആ പദ്ധതിയുടെ നിഷ്കർഷതകൾ എന്തൊക്കെയെന്ന് പത്രധർമ്മം മനസ്സിലാക്കണം. ആ വലിയ പൈപ്പിൽ നിന്ന് അവസാനത്തെ മില്ലിമീറ്റർ പൗരന്റെ വീട്ടിലേക്ക് ഒരു ടാപ്പ് അടക്കം വെച്ചു കൊടുത്ത് എത്തിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ആ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിക്കണമെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വാർഡ് മെമ്പറിൽ തുടങ്ങി, പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും, വാർഡ് മെമ്പറിൽ തുടങ്ങി MLA വരെ എത്തി നിൽക്കുന്ന മുഖ്യ സ്ഥാനക്കാരുടെ പിടിപ്പുകേടാണെന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് അസത്യമാണെന്ന് ഞങ്ങളുടെ എതിർ കക്ഷികളുടെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും തെളിയിക്കണം. കുടിവെള്ളത്തിന് നിങ്ങൾക്ക് മുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി, 11.25 വർഷമെന്ന് ഞാൻ പറയുന്നില്ല, ഗംഗാ പദ്ധതിയുടെ പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ദേശവ്യാപകമായിട്ട് ഉമാഭാരതിജി കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിവെച്ച പദ്ധതിക്ക് പിന്നെ ജൽനിധി മിഷൻ എന്ന് പറയുന്ന പേര് നൽകുകയും ഭാരതത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും 28 സംസ്ഥാനങ്ങളിലും 8 യൂണിയൻ ടെറിട്ടറികളിലേക്കും, അത് ഇതിനു മുമ്പ് 29 സംസ്ഥാനങ്ങളായിരുന്നു. ഈ ശ്രമം നടന്ന് നിങ്ങളുടെ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ആദ്യത്തെ തുള്ളി നീര് വെച്ചു കൊടുക്കുന്നതിനും യാത്ര പിരിഞ്ഞു പോകുന്ന പൗരന് അവസാനത്തെ തുള്ളി ജലം നാവിൽ ഇറ്റു കൊടുക്കുന്നതിനും ജലമെത്തിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചു. കേരള സർക്കാർ അതിന് സഹകരിച്ചില്ല എന്ന് വന്നാൽ ആ കേരള സർക്കാരിലെ ആരൊക്കെ അതിനെതിരെ നിന്നു? നിങ്ങളുടെ ലഭ്യതയ്ക്ക് എന്താണ് അതിൻ്റെ കടയ്ക്ക് കത്തിവെച്ചു എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇത്തവണ അതിനൊരു പ്രതി നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരുണത്തിൽ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ജയിച്ചു വരിക എന്നുള്ളത്
ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ അത്യാവശ്യകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരനോ മൂന്നാം സ്ഥാനക്കാരനോ പോലും ആ സ്ഥാനങ്ങൾ നൽകാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കണം. ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ ചോദിക്കും എന്തുണ്ടാക്കിയെന്ന്. അതാണ് അവരുടെ ഒരു വ്യംഗ്യം. അവസരം തരൂ. നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ആരെയൊക്കെ പരീക്ഷിച്ചു? ഞങ്ങൾക്കൊരവസരം തന്ന് നിങ്ങൾ ആദ്യമായി പരീക്ഷിക്കൂ. 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചോദ്യം ചെയ്യും. അതുമാത്രമേ സാധ്യമാവൂ. ഇപ്പോൾ ഇവിടെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചു, ഒരു MP എന്ന നിലയ്ക്ക് എൻ്റെ ഫണ്ടുകൾ അതൊരു വലിയ അജണ്ടയാണ്. പത്രക്കാരൊക്കെ അതിന് ഒരുപാട് കൂട്ടുനിന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പത്രം ഗോയൻകയുടെ പത്രമാണ് 2 MP-മാരുടെ കഴിവുകേടെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത. ബാക്കി 18 പേരും അവർക്ക് ദൈവങ്ങളാണ്. എന്തൊരു രാഷ്ട്രീയമാണ്, എന്തൊരു അധമ രാഷ്ട്രീയമാണ് പത്രക്കാരൻ കളിച്ചത്. എൻ്റെ 2 വർഷം കൊണ്ടുള്ള 10 കോടിയിൽ നിന്ന് 8.37 കോടിക്കുള്ള പദ്ധതികൾ ഞാൻ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ അപ്രൂവലിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കേരള സർക്കാരിൻ്റെ കൺട്രോളിലുള്ള എൻ്റെ നോഡൽ ഓഫീസർ, എൻ്റെ പ്ലാനിംഗ് ഓഫീസർ നൽകിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. എനിക്ക് കൃത്യമായി പദ്ധതികൾ എത്തി. അത് ആ പദ്ധതികൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, എങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 45 ദിവസത്തിനകം എനിക്ക് തരേണ്ട അപ്രൂവൽ തന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അജണ്ട എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പത്രത്തെ, ഒരു പ്രധാനപ്പെട്ട പത്രത്തെ എടുത്ത് തന്നെ അവഹേളിക്കണമെന്ന് പറയുന്ന അജണ്ട ജയിച്ച നിമിഷം മുതൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ട പക്ഷേ എനിക്കെതിരായിരിക്കാം, എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കെതിരായിരിക്കാം. പക്ഷേ കടയ്ക്ക് കത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തൊള്ളയിലാണ്. ആ കത്തി ഈ അധമ രാഷ്ട്രീയക്കാർ 2 പക്ഷവും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, എന്നെ ഖണ്ഡിക്കുന്ന മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ഒരു കണ്ടെത്തലുണ്ടാവണം, അതിന് നിങ്ങളുടെ അന്വേഷണം ഉണ്ടാവണം. അപ്പോ രണ്ടല്ല രാഷ്ട്രീയത്തിന് നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാമില്ലായിരിക്കാം. നിങ്ങൾ അതിനോട് ഇഷ്ടം എന്ന് പറയുന്നത് തുടരാതിരിക്കാം. തുടർന്നാലും ഈ മണ്ണിന് വേണ്ടിയാണ് എൻ്റെ വോട്ടെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ ഒരു കാലത്തും കേരളം രക്ഷപ്പെടില്ല. രാഷ്ട്രീയം, അടിയുറച്ച രാഷ്ട്രീയ വിശ്വാസം, ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തില് ആത്മീയം എന്ന് തന്നെ ഞാൻ പറയും, വൈകാരികമായ ബന്ധം, ഇതൊന്നും അറ്റുപോവില്ല. പക്ഷെ എങ്കിലും മണ്ണാരുടേത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല ഈ മണ്ണ്. ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടേതാണ് ഈ മണ്ണ്. ഇനി ജനിച്ചു വീഴാനിരിക്കുന്ന അടുത്ത അനേകം തലമുറകളുടെ സ്വത്താണ് ഈ മണ്ണ്. ആ മണ്ണിലേക്ക് എന്ത് സംഭാവന നൽകും? ആ സംഭാവന നൽകുന്നതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന, 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് തന്നെയാണ് ആ സംഭാവന ചെയ്യുവാൻ ഉത്തരവാദിത്വമുള്ളത്. ആ ഉത്തരവാദിത്വത്തെ കടയ്ക്ക് കത്തിവെച്ചുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നവർക്ക് അധിക ശിക്ഷയാണ് നിങ്ങൾ നൽകേണ്ടത്. അങ്ങനെ വന്നാൽ അന്വേഷണത്തിന്റെ രാഷ്ട്രീയം അത് നിങ്ങൾക്ക് മാത്രം നിർവഹിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന രാഷ്ട്രീയക്കാർ എത്തിക്കുന്ന വക്രം നിറഞ്ഞ ഡേറ്റ അല്ല. നിങ്ങളുടെ അന്വേഷണം വേണം, നിങ്ങളുടെ വിശകലനത്തിന്റെ രാഷ്ട്രീയം വേണം. അപ്പൊ അന്വേഷണ രാഷ്ട്രീയം, വിശകലന രാഷ്ട്രീയം മനസ്സിലാക്കണം. രാഷ്ട്രീയ ലാഞ്ചനയില്ലാതെ മനസ്സിലാക്കണം. മനസ്സിലാക്കൽ രാഷ്ട്രീയം, പിന്നെ നടപടി രാഷ്ട്രീയം. ആ നടപടി കൃത്യമായി നിങ്ങളുടെ വിരൽ തുമ്പിലാണുള്ളത്.
താമര ചിഹ്നത്തിൽ നിങ്ങളുടെ വിരൽ തുമ്പുകൾ ഹൃദയത്തുമ്പുകളായി അമർന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രമാണ്. ഞാൻ ഈ സംസാരിച്ച ഭാഷണം രാഷ്ട്രീയക്കാരന്റെ ഭാഷണമല്ല എന്ന് നല്ല വ്യക്തത എനിക്കുണ്ട്. ഒരു രാഷ്ട്രക്കാരന്റെ ഭാഷ്യം മാത്രമാണ് ഭാഷണമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിനെ ആത്മാർത്ഥമായി ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായി നിങ്ങളോട് പറഞ്ഞുവോ അതേ ആത്മാർത്ഥതയിൽ രാഷ്ട്രീയ വർണ്ണവും ഗന്ധവും ദുർഗന്ധവും ഒന്നും ചേർക്കാതെ നിങ്ങളത് വളരെ ആത്മാർത്ഥമായി നിർവഹിച്ച് കാണിച്ച് കേരള നിയമസഭയിൽ നല്ല ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നല്ല ഘനത്തിലും നല്ല അളവിലും ആഴത്തിലും വ്യാപ്തിയിലും ഒരെണ്ണം NDA മുന്നണിക്ക് കേരള നിയമസഭയിൽ ഇത്തവണ നൽകിയാൽ ഈ സ്വർണത്തെ സംബന്ധിച്ചൊന്നും സംസാരിക്കേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. സ്വർണത്തിന്റെ അന്വേഷണം നടത്തുന്നത് കേരള സർക്കാരല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. സർക്കാർ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരും സർക്കാരിന് നഖശികാന്തം എതിർക്കുന്ന പ്രതിപക്ഷവും ചെയ്യുന്നത് ചീട്ടിട്ട് കളിക്കുകയാണ്. നിങ്ങൾ വാസവന്റെ ചീട്ടിറക്കിയാൽ ഞങ്ങൾ സോണിയാഗാന്ധിയുടെ ചീട്ടിറക്കും. നിങ്ങൾ കടകംപള്ളിയുടെ ചീട്ടിറക്കിയാൽ ഞങ്ങൾ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചീട്ടിറക്കും എന്ന് പറഞ്ഞ് ചീട്ടിട്ട് കളിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കിക്കോ, സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും പോലെ 2 വിത്ത് കഴിഞ്ഞ തവണ ആ നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മര്യാദയ്ക്ക് കട്ടെടുത്തോണ്ട് പോയി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കടോ എന്ന് പറയുന്ന ശബ്ദമുയർന്നേനെ. നിങ്ങൾക്ക് അറിഞ്ഞൂടെ എങ്ങനെ സംസാരിക്കുന്നവരാണ് അവരെന്ന്? അപ്പൊ അവരുടെ ശബ്ദം വിശ്വാസ സമൂഹത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ മണ്ണിന്റെ ഉടമസ്ഥർ ആ വിശ്വാസ സമൂഹം കൂടിയാണ്. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. നിങ്ങളെ ഞാൻ ബോധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അസത്യമുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ മറ്റു വക്രങ്ങൾ വന്ന് പറയുന്നത് കേട്ട് വിശ്വസിക്കരുത്. നിങ്ങളുടെ നിഗമനം മാറിപ്പോവുകയും അരുത്. വ്യക്തമല്ലേ? കൃഷ്ണകുമാറിലൂടെ നിങ്ങൾ എന്നെയും ഈ രാജ്യത്തിന്റെ യശസ്വി പ്രധാനമന്ത്രിയെയും പിന്തുണയ്ക്കുമോ? 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 താങ്ക് യു.